അപ്പോൾ ഇത്രയും ഫൈറ്റ് സിനിമകളൊക്കെ ഉള്ള സമയത്ത് ഇത് കത്തോ ശരിക്കും ഫാമിലി ഓഡിയൻസിന് കൊണ്ടുവന്ന ഒരു നിധിയാണ്. അതെ, ഇപ്പം മാർക്കോയൊക്കെ ശരിക്കും ഒരു വയലൻസ് സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ ഫാമിലീസിന് അല്ലെങ്കിൽ കുട്ടികൾക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറൊരു ഫാമിലി ബേസ്ഡ് പടം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്കിത് വന്ന് കാണാവുന്നതാണ് വെക്കേഷൻ ടൈമിൽ. ഒരു 2.5 മണിക്കൂർ നല്ല വിഷ്വൽസും അതേപോലെ മ്യൂസിക് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംസ് ആയാലും പിന്നെ ലാലേട്ടനെ കാണാമെന്നുള്ളതാണല്ലോ മെയിനായിട്ട്. അത് നമുക്ക് പറ്റും. പിന്നെ പുള്ളിയുടെ ഡയറക്ഷനൊന്നും നമുക്ക് എടുത്തു പറയേണ്ട സഹിച്ചിരുന്നതാണ്. ഒരു കാരണവശാലും പടം വിജയിക്കില്ല, അത്രയും തല്ലിപ്പൊളിയാണ്. കുത്തു കിട്ടുമ്പോൾ പറയുന്നത് എൻ്റെ തമ്പുരാനെന്ന് പറയുന്നത്. അതുപോലെ എന്താ പറയുക, നമ്മളെ പൈസ പോയി ലാലേട്ടാ, പൈസ പോയാൽ വിഷമിച്ചിട്ട് ഞാൻ ഇറങ്ങിയുള്ളൂ. ശേഷം മാത്രമേ ഇനി 2025 മലയാള സിനിമ ഇറങ്ങുകയുള്ളൂ. അതെല്ലാം പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇവർ പറയണം ഈ സിനിമ നല്ലതാണ്, ഈ ഷോട്ട് ഇവിടെ വെക്കണം, ഇത് പറഞ്ഞ് സക്സസ് ആയാൽ മാത്രമേ സിനിമ മലയാളത്തിൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇന്ത്യൻ സിനിമയിലേക്ക് ഇവരെ വിളിക്കുന്നുണ്ടെന്നാണ്. അശ്വനി എന്ന് പറയുന്നതാണ് എൻ്റെ ആദ്യത്തെ. പിന്നെ രണ്ടാമത്തെ ആറാട്ടുമുണ്ടൻ എന്ന് പറയുന്ന ഒരാളാണ്. മൂന്നാമത്തത് അളിയൻ ജോസ് എന്ന് പറയുന്ന ഈ പാനലാണ് വരുന്നത്. പിന്നെ ഇവരുടെ എല്ലാം ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള ഒരാളാണ് ഷെബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇത് എല്ലാ പ്രേക്ഷകരും ഒന്ന് അറിയിച്ച് എല്ലാവരും ഒന്ന് കാണിച്ചു. സംഘടന സാംസ്കാരിക വകുപ്പാണ് അവരെ ഏൽപ്പിച്ചേക്കുന്നതാണ് ഡയറക്ഷൻ. പടം കറക്റ്റ് ഇംഗ്ലീഷ് പടം കാണണം. എനിക്കത് പറയാനുണ്ട്. മെയിനായിട്ട് പടം നമ്മൾ എടുത്ത് പറയേണ്ടത് ഇംഗ്ലീഷ് പടം കാണുന്നതൊക്കെ കറക്റ്റ് ഇംഗ്ലീഷ് പടം കാണാൻ എങ്ങനെ ആണൊക്കെ അത് കണക്ക് പൈസ മുടക്കി നല്ല കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് അദ്ദേഹം പറഞ്ഞാൽ പിള്ളേർക്കുള്ള പടമാണ്. പക്ഷേ പിള്ളേർക്കെന്ന് പറയാൻ പറ്റില്ല, എല്ലാ പ്രായക്കാരും കാണാം. നമ്മളൊരു ഇംഗ്ലീഷ് പടം എങ്ങനെ പോയി കാണാൻ എങ്ങനെ ഇരിക്കുക അതുകൊണ്ടൊക്കെ ചെയ്തത്. ഗ്രാഫിക്സൊക്കെ ഒരു ലക്ഷം രൂപ ഇതിലെ ഗ്രാഫിക്സ് അടിപൊളി ഗ്രാഫിക്സാണ് അതിനെ മെയിനായിട്ട് എടുത്ത് പറയുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പൈസ മുടക്കി നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഡയറക്ഷൻ വർക്ക് നമ്മൾ പറയണ്ടത് 19 വർഷം എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിന് നമ്മൾ ഡയറക്ഷൻ വർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അടിപൊളിയായിട്ട് ഡയറക്ഷൻ ചെയ്യും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, 2 കിലോസാണ് നമ്മുടെ മലയാളത്തിൽ 9 ലാലേട്ടൻ. അവർക്ക് നമ്മൾ ഡയറക്ഷൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമില്ല, അവർക്കറിയാം പണി. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രാഫിക്സാണ്, നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക്കും എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. എല്ലാം പൊളിയാണ്.